മറ്റു വാർത്തയിലേക്ക് വിത്തുരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ആദിവാസി യുവാവ് മരിച്ചുവെന്ന ആരോപണം തള്ളുകയാണ് കുടുംബം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടഞ്ഞിട്ടില്ല എന്ന് മരിച്ച ബിനുവിന്റെ സഹോദരിമാർ പറഞ്ഞു. ബിനുവിനെ ആംബുലൻസിലേക്ക് കയറ്റാൻ സഹായിച്ചത് യൂത്ത് കോൺഗ്രസുകാരാണ്. ഇന്നലെ വൈകിട്ട് പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് ചിലർ സമീപിച്ചതായും ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു. അഭിനു കണ്ട ഉടനെ തന്നെ അവർ സമരം മതിയാക്കി. അപ്പോഴും തന്നെ വണ്ടി അവരാണ് സ്ട്രെച്ചറിൽ കയറ്റിയതും ആംബുലൻസിൽ കയറ്റിയതും ഒക്കെ. അപ്പോൾ അവർ തലേ ദിവസം പോയപ്പോൾ 4 പ്രാവശ്യം വണ്ടിക്ക് കംപ്ലൈന്റ് വന്ന് എന്നാണ് ആ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്. രാഷ്ട്രീയത്തിന്റെ ഇതാണ്. ഇന്നലെ രാത്രിയും നമ്മളോട് ഒന്ന് ഒപ്പിട്ട് കൊടുക്കാനൊക്കെ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് കേസിന്റെ പിറകെ പോകാൻ പറ്റൂല എന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടു. സിജോ വി ജോൺ കൂടുതൽ വിവരങ്ങളുമായി. സിജോ, ആരോടാണ് ഈ ബന്ധുക്കൾ പ്രതികരിക്കുന്നത്? അതായത് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്നെ ഈ ബന്ധുക്കളിൽ ചിലർ ആദ്യം തന്നെ പരാതി പറഞ്ഞിരുന്നു. ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഒരു സമരം നടക്കുന്നു, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു. അവിടെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കൂടി ചേർന്ന് ഈ ആംബുലൻസ് തടയുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കാലതാമസം ഉണ്ടായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചെന്ന് പറയുന്നു. അത് ഈ ബന്ധുക്കളിൽ ചിലർ തന്നെയാണ്, ഇന്ന് നമ്മളോട് പ്രതികരിച്ച ആളുകളല്ല. അവരും അതോടൊപ്പം തന്നെ ഇവരെ കൊണ്ടുപോകാൻ സഹായിച്ച ചില ആളുകളുമാണ്. പക്ഷേ ഇതൊരു വലിയ വിവാദമാകുന്നു. അതിനുശേഷം അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥയിലാണ് ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇവരെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, അതായത് ഈ മരിച്ച ബിനുവിൻ്റെ സഹോദരിമാരും അതോടൊപ്പം തന്നെ ബിനുവിൻ്റെ അച്ഛൻ്റെ സഹോദരനും രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലും ഈ വാഹനം തടയുന്നുള്ളൊരു സമീപനം ഉണ്ടായിട്ടില്ല. ഇവർ കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ചേർന്നാണ് ഇവരെ ഈ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. മറ്റൊരു ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്നും ഇതുവരെയും ഇവരുടെ കുടുംബാംഗങ്ങൾ പരാതി നൽകിയിട്ടില്ല. ഈ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർ തങ്ങളെ സമീപിച്ചതായാണ് പറയുന്നത്. അവർ ചില പേരുകൾ പറയുന്നുണ്ട്, നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ പേരുകൾ എടുത്ത് പറയുന്നില്ല. അത് ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എന്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇനിയും തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ഓഫീസർ നൽകിയിരിക്കുന്ന പരാതിയിൽ മാത്രമാണ്. ആ പരാതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ആംബുലൻസ് തടഞ്ഞു എന്നുള്ള കാര്യം പറയുന്നില്ല. പക്ഷേ ഈ രോഗിയെ, ഗുരുതരാവസ്ഥയായ ബിനുവിനെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു. ഈ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഈ ആശുപത്രിയിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ച് ഈ ഗുരുതരമായ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ സ്ട്രക്ചർ എടുക്കാൻ പോലും അവർ സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബോധപൂർവമായ ഒരു ശ്രമം അവിടെ സമയം തടസ്സപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ എങ്കിലും ഇത്തരത്തിൽ ആംബുലൻസ് തടഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വാദത്തിലാണ് ഈ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും തങ്ങൾ ഒരു കൂട്ടം ബന്ധുക്കൾ ഇയാളുടെ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ ഒരു വിഭാഗം ബന്ധുക്കൾ ഇവർ തടഞ്ഞത് മൂലം 20 മിനിറ്റ് വൈകി മരണം സംഭവിച്ചു എന്ന് പറയുന്നു. മറ്റൊരു കൂട്ടം ബന്ധുക്കൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതല്ലേ സംഗതി? തീർച്ചയായും അത് തന്നെയാണ് പ്രശ്നം. ഇത് പിന്നിലൊരു നമ്മൾ അവിടെ പ്രാദേശികമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ബന്ധുക്കളിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട്. അപ്പോൾ ആ ബന്ധുക്കളിൽ ചില ആളുകൾക്ക് അങ്ങനെ ചില ആളുകൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഫേവറായി നിൽക്കുന്നു, അതുകൊണ്ട് ചില പ്രതികരണങ്ങൾ നടത്തുന്നു. ചില ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് ഫേവറായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാട് ഇവരെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയവും ഇത്തരത്തിലുള്ള നിലപാടുകൾ പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഈ ആംബുലൻസ് തടഞ്ഞിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് വിശദമായി പരാതി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ആംബുലൻസ് തടഞ്ഞുവെന്ന് ബന്ധുക്കളുടെ പരാതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ നിലവിൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സമരവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ആശുപത്രിക്കുള്ളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തെന്നുള്ള സംഭവത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതാകെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു പോവുകയാണ്. ഇന്നലെ ഉണ്ടാകുന്ന ആരോപണങ്ങളിൽ നിന്നും അല്ലാത്ത ആരോപണങ്ങളിൽ നിന്നും ബന്ധുക്കൾ തന്നെ അടുത്ത ബന്ധുക്കൾ തന്നെ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഇനി അവർ പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ആദിവാസി യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിന് കാരണം യൂത്ത് കോൺഗ്രസിന്റെ സമരമെന്നായിരുന്നു ഇന്നലത്തെ ആരോപണവും ഉയർന്നു വന്ന പരാതിയുമെല്ലാം. ഒരു 1-2 യുവാവിന്റെ ബന്ധുക്കൾ ഇന്നലെ ആ സമരം മൂലം ആശുപത്രിയിൽ സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു.
ഇന്ന് രണ്ട് ബന്ധുക്കൾ രംഗത്ത് വരികയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അവരുടെ ബന്ധുക്കളിൽ തന്നെ ഉണ്ടാവുന്നത്. നേരത്തെ സിജോ ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളവർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുണ്ട് എന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിലൊരു തീർപ്പിലെത്താൻ കഴിയുക സാധ്യമല്ല എന്ന പ്രശ്നമുണ്ട്. ഗവൺമെന്റ് അക്കാര്യത്തിൽ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തട്ടെ.